കാശ്മീർ പിന്നെയും പഴയ കാശ്മീരായി. എന്തൊരു പ്രതീക്ഷയായിരുന്നു. 370 എടുത്തു കളഞ്ഞതിന് ശേഷം ലോകത്തെമ്പാടുന്ന ടൂറിസ്റ്റുകൾ വരുന്നു. 2.9 മില്യൺ വിദേശ സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം കാശ്മീരിലെത്തിയെന്ന് പറയുന്നത്. വല്ലാത്ത നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണോ ഇന്നലെ കാശ്മീരിലെ ഭീകരാക്രമണം? ഒന്നുമല്ല. കാശ്മീർ പഴയ കാശ്മീരായിട്ടില്ല. ആവാനോട് സമ്മതിക്കുകയില്ല. ആകെ ഇതേയുള്ളൂ, ഈ വികസനവാദികളുണ്ടല്ലോ, അവരുടെ വാദത്തിന് അടിസ്ഥാനമില്ല എന്ന് തോന്നി. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വിദ്യാഭ്യാസമില്ല, വികസനമില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ. ഇതൊക്കെ അങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഗതികൾ ജോറാകും. ആ ബേസിക് പ്രൊപ്പോസിഷൻ തെറ്റാണ്. നിങ്ങൾ സ്വർഗരാജ്യം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാലും ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല. കാരണം അവരുടെ സ്വർഗരാജ്യം മരണത്തിന് ശേഷമാണ്. ടെററിസത്തിന് മതമില്ല എന്നിപ്പോൾ മനസ്സിലായില്ല. ഇന്നലത്തെ ഡയലോഗ് കൊണ്ട് വളരെ വ്യക്തമായി, സുവ്യക്തമായിട്ട് ആ സ്ത്രീ പറയുന്നു, ഇവൻ മുസ്ലിമല്ല, ഇവൻ തട്ടിയത്, എന്നെ കൂടെ കൊല്ല്, മോദിയോട് പോയി പറ. സംഭവം ഇത്രയും വ്യക്തമായിട്ട് പിന്നെയും വാചകം അടിക്കുന്ന ആൾക്കാർ ടെററിസത്തിന് മതമില്ല, ഭീകരവാദത്തിന് മതമില്ല. എന്തൊരു ഫൂളിഷ്നെസ്സാണ്. ദ ബേസിക് പ്രോബ്ലം ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ മനുഷ്യനും, ഹിന്ദുവോ മുസ്ലിമോ ആയിക്കോട്ടെ, അവൻ കണ്ണടച്ചിട്ട് ഇതിൻ്റെ മൂലകാരണം എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മുന്നിൽ വരും റാഡിക്കൽ ഇസ്ലാം. പക്ഷേ എന്തുകൊണ്ടാണ് സൗദി അറേബ്യ ഇതുപോലത്തെ റാഡിക്കൽ ഇസ്ലാം ഡീറാഡിക്കലൈസേഷൻ വ്യാപകമായിട്ട് നടത്തുന്നത്? അവർ മുസ്ലിങ്ങളല്ലേ, അവർക്ക് അല്ലാഹുൽ വിശ്വാസമില്ലേ? ബട്ട് ഈ തെമ്മാടിത്തരം, ഇത് 4 ലൈൻ അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകുന്ന ഈ പ്രാന്ത്, അത് വർദ്ധിച്ച് വരുന്നേ ഉള്ളൂ. ലോകത്ത് മറ്റൊരു മതവും ടെററിസവുമായിട്ട് ബന്ധപ്പെടുത്തി കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ ടെറർ എന്ന് പറഞ്ഞൊരു ടെററുണ്ട്. ഇത്രയെല്ലാം അടിയും വഴക്കും ബഹളവും ബോംബും എല്ലാം നടന്നിട്ട് ജൂയിഷ് ടെറർ എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ട്.